എനിക്കും ഒരു കുഞ്ഞുണ്ടായില്ല. മകളെന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്ന അവള് മാത്രോടാ. ദിനേശങ്ങളെ ഇപ്പൊ കരഞ്ഞു വിളിച്ച് കാവരിയപ്പച്ചി ഒന്നിപ്പോ വിവരം അറിയിക്കല്ലേ. അമേരിക്കയിലെ ഡോക്ടറിൽ നിന്ന് കിട്ടിയ വിവര പ്രഭയങ്ങള് പറഞ്ഞത്. ഇവിടെ ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവത്തിന് അറിയും. പ്രഭയങ്ങളുടെ പിന്നാലെ പോയിരിക്കുക സഞ്ജു. നമ്മളെല്ലാം പലതരത്തിൽ പ്രഭേട്ടനെ കബളിപ്പിക്കായിരുന്നില്ലടാ. എന്നിട്ട് എല്ലാം സഹിച്ചു. ഇനി പ്രഭേട്ടനെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല. സഞ്ജു വരുന്നുണ്ട്. നീ പ്രഭേട്ടന്റെ കാല് പിടിച്ച് പറഞ്ഞില്ലേ മോനെ? അങ്കിളിന് കണ്ണും കാതും ഇല്ലാതായി. ചതിക്കായിരുന്നില്ല അങ്ങളെ ഞാൻ ഈ വീട്ടിലുള്ള മുഴുവൻ പേരെ. വേണ്ട, ഇനി ആരിൽ നിന്നും ഒരു മാപ്പ് ഞാൻ അറിയിക്കുന്നില്ല. അത്രയ്ക്ക് അപരാധമാ ഞാൻ ചെയ്തത്. എന്നെ സ്നേഹിച്ചവരൊക്കെ ഞാൻ ചതിച്ചു. അമ്മൂനെ സൂക്ഷിക്കണം. അവൾ വല്ല കടുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. രാജു, നീ പോയി അവളെ റൂമിൽ നോക്കണം. ഞാൻ പ്രഭേട്ടനോട് സംസാരിക്കാം. കാല് പിടിച്ച് അപേക്ഷിക്കാം. തല്ലുന്നെങ്കിൽ കലി അടങ്ങുന്നവരെ തല്ലട്ടെ. അങ്കിളി ചെന്ന പ്രഭയങ്ങള് മുഖത്തടിച്ച് പുറത്താക്കും. അത് പഴയ പ്രഭയങ്ങളൊന്നും അല്ല. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുക ആ മനുഷ്യൻ. സഞ്ജു, അമ്മൂനെ റൂമിൽ കാണുന്നില്ല. അവൾ താഴേക്ക് വന്നില്ലേ? നിങ്ങൾ ഒന്നിച്ചല്ല ഇറങ്ങി വന്നത്? അമ്മു ടെറസിൽ നിന്ന് കരയുന്ന കണ്ടിട്ടാ ഞാൻ പ്രഭയങ്ങളെ തണുപ്പിക്കാൻ പിന്നാലെ ചെന്നത്. ചതിച്ചോ ദൈവമേ. വാ, നമുക്ക് പോയി നോക്കാം. വാ. എന്നോട് ക്ഷമിക്കണേ ചേച്ചി. പെരുവണ്ണാപുരത്തമ്മേ, മനസ്സുകൊണ്ട് പോലും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അമ്മയ്ക്കറിയാം. എല്ലാത്തിനും അമ്മയാണ് സാക്ഷി. നീ എന്തായി കാണിച്ചാമോ? ഞങ്ങൾ ഓടിയെത്ത ഒരു നിമിഷം വൈകിയെങ്കിലോ? ജീവൻ എടുക്കാൻ പോലും സമ്മതിക്കാതെ എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നേ? മരിക്കാനെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് അനുവദിക്കോ? നീ മരിച്ച പ്രശ്നങ്ങൾ തീരുവാമോ? തീരും. അതിന് ഞാൻ ഇല്ലാതാവണം. ഒരിക്കൽ ചേച്ചി എന്നെയും ഈ മനുഷ്യനെയും സംശയിച്ചതാ. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണെന്ന് അറിഞ്ഞപ്പോ ചേച്ചി വീണ്ടും എന്നെ സ്നേഹിച്ചു. അച്ഛൻ ഇത് ചേച്ചിയോട് പറഞ്ഞ പിന്നെ ചേച്ചി വിവാഹത്തിന് തയ്യാറാവില്ല. ചേച്ചിയുടെ മുന്നിലേക്ക് ഇനി ഞാൻ പോവില്ല. ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിച്ച ഇതിവിടെ തീരും. പിന്നെ അച്ഛൻ ഇത് ചേച്ചിയോട് പറയില്ല. നിങ്ങൾ ഇവിടെ നിന്നൊന്നും പോ. യാചിക്കാം നിങ്ങളോട് ഞാൻ. നീ ഇവിടുന്ന് ചാടിയ പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. നീ സഞ്ജുവിന്റെ ആരാണെന്നുള്ള സത്യം പുറത്തു വരും. സഞ്ജുവിന് നീ ഉദ്ദേശിച്ച ജീവിതം ആവില്ല കിട്ടാൻ പോകുന്നത്. പറഞ്ഞു കൊടുക്കടാ. താലി കെട്ടിയുള്ള ടെറസിൽ നിന്ന് എറിഞ്ഞു കൊന്നവനെന്ന പഴി വാങ്ങി തരാനാ ഇവിടെ പോകുന്നത്. ഇടി നിന്നെ രക്ഷിച്ചെന്നുള്ള കുറ്റം മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ. അതെ, ഒരേ ഒരു തവണ മാത്രമേ നിങ്ങൾ എന്നെ രക്ഷിച്ചിട്ടുള്ളൂ. അന്ന് പെരുവണ്ണപുരത്ത് വെച്ച് എന്റെ കഴുത്തിലൊരു താലി കിട്ടിയത് മാത്രം. പിന്നെ ഞാൻ എന്റെ വഴിക്ക് പോയില്ലേ. നിങ്ങളുമായുള്ള ചേച്ചിയുടെ ബന്ധം അറിയാതെ
ചേച്ചി വിളിച്ചപ്പോ ഞാൻ അങ്ങ് കൂടെ പോയി. നിങ്ങളെ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഞാൻ രക്ഷപ്പെട്ടു പോകാനേ ശ്രമിച്ചിട്ടുള്ളൂ. പിന്നാലെ നിങ്ങൾ വന്നു. അതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ അമ്മു? മൂന്നാറിലേക്ക് പോയി നിന്നെ സഞ്ജു പിന്തുടർന്നു വന്ന് കൂട്ടിക്കൊണ്ടുവന്നത് ശ്രീകുട്ടി വാശി പിടിച്ചിട്ടാ. ഒരു ജോലി കിട്ടിപ്പോയ നിലയ്ക്ക് അവൾ സമാധാനത്തോടെ അവിടെ ജീവിക്കട്ടെ എന്നാ സഞ്ജു എന്നോട് പറഞ്ഞത്. ആര് പറഞ്ഞാലും നിങ്ങക്ക് വരാതിരുന്നോടായിരുന്നോ? അറിഞ്ഞു വെച്ചിട്ട് നിങ്ങൾ എന്തിനു വന്നു? നീ പറയുന്നത് ശരിയാ. നിന്റെ പിന്നാലെ ആദ്യം എന്നെ അയച്ചത് അമ്മ തന്നെയാ. പൂജ ചെയ്യാൻ വേണ്ടി അമ്മ എന്നെ ക്ഷേത്രത്തിലേക്ക് അയച്ചത്. അന്നാ നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കല്യാണ പെണ്ണിന്റെ വേഷത്തിൽ. കഥയറിയാതെ എവിടെ നിന്ന് കിട്ടിയ എന്റെ ഫോട്ടോ വെച്ച് നടത്തിയ ഒരു നാടകത്തിലേക്കാ നിന്നെയും കൊണ്ടുപോകുന്നെന്ന് അന്ന് ഞാൻ അറിഞ്ഞില്ല. ആപത്തിൽ പെട്ടുപോകുന്നവരെ സഹായിക്കാൻ ഒരു മനസ്സുള്ളതുകൊണ്ട് നിന്റെ കഴുത്തിൽ ഞാൻ എല്ലാം പറഞ്ഞിട്ട് തന്നെയാ താലി കെട്ടിയത്. പിന്നീട് 2 തവണ ഞാൻ നിന്റെ നാട്ടിൽ വന്നു. 2 തവണയും നിന്റെ കൂടെ വന്നതല്ല. സ്റ്റുഡിയോയിൽ വിവാഹ ഫോട്ടോ തേടിയ ആദ്യം വന്നത്. പിന്നീട് വന്നത് സച്ചിക്കൊപ്പം അവന്റെ ആവശ്യത്തിനും. എവിടേക്കാണെന്ന് പോലും പറയാതെ അവൻ എന്നെ കൂട്ടിക്കൊണ്ടു പോയതാ. ആ 2 തവണയും നരേന്ദ്രൻ നിന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. എങ്ങനെയോ അവിടെ വന്ന് ഞാൻ നിന്നെ രക്ഷിച്ചു. നീ വിശ്വസിക്കുന്ന പെരുവണ്ണാപുരത്തമ്മ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാവാം. പിന്നെ മൂന്നാറിൽ നീ ആക്സിഡന്റ് പെട്ട് കിടന്നപ്പോ സ്വാതിയാണ് എന്നെ നിർബന്ധിച്ച് അങ്ങോട്ട് അയച്ചത്. ഒന്നിനും നീയും ഞാനും കാരണക്കാരല്ലമ്മോ. എങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നതാ. അമ്മൂന് നിയോഗം ഉണ്ടായിരുന്നു സഞ്ജു. ലക്ഷ്മി പൂജ ചെയ്ത് നിന്റെ ജീവൻ രക്ഷിക്കാനാണ് അവൾ വന്നത്. ഈ കുടുംബത്തെ പല ദോഷങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് അമ്മൂന്റെ പ്രാർത്ഥനയാണെന്നാ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. മോളെ അമ്മു, നേരെ ഒന്ന് വിളിത്തോട്ടെ. നമുക്കെല്ലാം പ്രഭേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഈ വിവരം അറിഞ്ഞിട്ട് ഇത്രയും നാൾ ആരോടും പറയാതിരുന്ന പ്രഭേട്ടൻ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കരുണ കാണിക്കും. നിങ്ങളുടെ നിരപരാധിത്വം ബോധ്യപ്പെടുകയും ചെയ്യും. നീ സ്വാതിയെ സ്നേഹിക്കുന്നതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, എന്നെ ഈശ്വരതുല്യം കാണുകയാണെങ്കിൽ, നീ ഇനി അവിവേകം കാണിക്കരുത്. എന്നെയും നിന്നെയും കൂട്ടിമുട്ടിച്ചത് ദൈവമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ ദൈവം ഒരിക്കലും നമ്മളെ ചതിക്കില്ല. കാരണം ഒരു തെറ്റും ചെയ്യാത്തവരാ നമ്മള്. എടോ, നീയോ ഞാനോ സ്വാതിയെ ചതിച്ചിട്ടില്ല. സഞ്ജു, നീ എത്ര ദൂരേക്ക് ഓടിയാലും നിന്റെ പിന്നാലെ ഞാനുണ്ടാവുമെന്ന് മനസ്സിലായില്ലേ? ഞാനേ ഉണ്ടാവും നിന്റെ കൂടെ. സ്വപ്നത്തിൽ വന്ന് നീ എന്നെ കൂട്ടു വിളിച്ചില്ലേ? നാളെ ഞാൻ നിന്നെ കാണാൻ വരും.
നിങ്ങൾ പറയുന്നത് സഞ്ജയ് കൂടി അറിഞ്ഞിട്ടാണെന്നാണോ? അല്ലാതെ പിന്നെ എങ്ങനെയാ? ആനന്ദവല്ലി അങ്ങനെ ഒരു വിഡ്ഢിത്തം കാണിക്കുവോ? അവരുടെ ഉദ്ദേശം ഫോട്ടോയിൽ കാണിച്ച പയ്യൻ അറിയാതെ ലച്ചുവിന് നരേന്ദ്രനെ കെട്ടിച്ചു കൊടുക്കാനല്ലേ? ഇതിന്റെ പേരിൽ അവനെ വേദനിപ്പിക്കരുതെന്നൊരു അപേക്ഷ ലച്ചുവിനെ സ്നേഹിക്കുന്ന ഈ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. പിന്നെ അടുത്തിടെ സഞ്ജു ഇവിടെ വന്നിരുന്നു. അവരുടെ വിവാഹ ആൽബം അങ്ങൻ സ്റ്റുഡിയോയിൽ വന്നു. അതെന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് ലച്ചുവിന് കൊറിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. നിനക്കെങ്ങനാടി ഞാൻ അച്ഛനായത്? എന്റെ മോളെ ചതിച്ചോളല്ലേടി നീ? എന്റെ മകള് തളർന്നു കിടക്കാൻ കാരണക്കാര് നിങ്ങൾ രണ്ടുപേരുവാ. അവളുടെ ജീവിതം തല്ലി തകർത്തത് നിങ്ങളാ. പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിട്ട് മറ്റൊരു പെണ്ണിന്റെ കയ്യിൽ മോതിരം ഇട്ടവനല്ലടാ നീ. ഈ ചതിക്ക് നിങ്ങൾക്ക് ഞാൻ മാപ്പ് തരില്ല. ആഹാ, നീ ഇതെവിടേക്കാ? ഒരുക്കം കണ്ടിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ കറക്കത്തിനുള്ള മട്ട അല്ലല്ലോ മോളെ. ഞാൻ മംഗലശ്ശേരിയിലേക്ക് പോവാ. സ്വാതി നിന്നെ ഇൻസൾട്ട് ചെയ്തു എന്നല്ലേ നീ പറഞ്ഞത്? എന്താ, അവള് മാത്രമേ മംഗലശ്ശേരിയിലുള്ളോ? ഞാൻ പോകുന്നതേ സഞ്ജു എന്നെ ക്ഷണിച്ചിട്ടാ. സഞ്ജു നിന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചെന്നോ? എപ്പോ? അത് ഞാൻ മമ്മിയോട് പറയേണ്ട കാര്യമില്ല. സഞ്ജു എന്നെ ക്ഷണിച്ചു, ഞാൻ പോകുന്നു. അവിടെ എല്ലാവർക്കും എന്നോട് വലിയ കാര്യമൊന്നും മമ്മിക്ക് അറിയാലോ. അല്ല, ക്ഷണിച്ചെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. വല്ല ചടങ്ങ് നടക്കുന്നുണ്ടോ മോളെ അവിടെ? എനിക്കിതത്ര സുഖകരമായിട്ടല്ല തോന്നുന്നത്. എന്നാ മമ്മിയും കൂടി വാ. അവരുടെ ഷെയർ വാങ്ങിയ ആളെ അവരും കൂടി ഒന്ന് കാണട്ടെ. തമാശ വേണ്ട. നീ പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മമ്മി നോക്കിക്കോ, ഈ പോക്കില് ഞാൻ മംഗലശ്ശേരിയിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കും. മമ്മി തടസ്സമൊന്നും പറയാൻ നിൽക്കണ്ട. മംഗലശ്ശേരിയിലേക്ക് ഇവള് ചെല്ലുന്ന വിവരം കവിതയെ വിളിച്ചൊന്ന് അറിയിക്കണ്ടേ? അത് പിന്നെ സത്യത്തിൽ സഞ്ജു വിളിച്ചിട്ടാ ഇവള് പോകുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരം വെച്ച് സഞ്ജുവും സ്വാതിയും തമ്മിലുള്ള വിവാഹം നടക്കില്ല. അപ്പോ അവനൊരു മനംമാറ്റം വന്നതാണെങ്കിലോ? ഞാൻ അങ്ങനെ വിശ്വസിക്കില്ല. മല്ലിക ഉണ്ടായിരുന്നെങ്കിൽ സഞ്ജനയ്ക്ക് കൂട്ടായി അവളെ അയക്കാമായിരുന്നു. ശുഭകരമല്ലാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നെന്ന പേടിയായി ഇപ്പൊ എന്റെ മനസ്സിൽ. എന്ത് പേടിക്കാനാ? എന്തായാലും അവിടെ കവിതയുണ്ടല്ലോ. പിന്നെ സഞ്ജന അങ്ങോട്ട് ചെല്ലുന്ന വിവരം കവിതയെ മുൻകൂട്ടി അറിയിക്കരുത്. ഒരു സർപ്രൈസ് വിസിറ്റ് എന്ന് അവള് പറയുമ്പോ നമ്മളത് പൊളിക്കാൻ നിൽക്കണ്ട. സഞ്ജു വിളിച്ചിട്ടല്ലേ അവള് പോയത്, പിന്നെ എന്തിനു നമ്മള് ടെൻഷൻ ആവണം? അവള് മുമ്പ് അവിടെ പോയിട്ടില്ലേ? മോള് പോയിട്ട് വരട്ടെ. എനിക്ക് ടെൻഷനായേ പറ്റൂ. കാരണം സഞ്ജു മുകുന്ദന്റെ മകനാ. പോകാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് കരുതി അവൻ ക്ഷണിച്ചെന്ന് അവള് കള്ളം പറഞ്ഞത് തന്നെ.
അച്ഛന്റെ മുന്നിലേക്ക് ഞാൻ വരില്ല. എനിക്ക് അച്ഛനെ നേരിടാനാവില്ല. എന്നെ അങ്ങോട്ട് കൊണ്ടുപോകല്ലേ. എടോ, നീയും ഞാനും തെറ്റ് ചെയ്യാത്ത കാലത്തോളം ഒരു കുറ്റബോധം വേണ്ടമോ? അവിടെ പോയപ്പോ ഒരു പെണ്ണിന്റെ നിസ്സഹായ അവസ്ഥ അങ്കിൾ തീർച്ചയായും അറിഞ്ഞു കാണും. നീ ഇവിടെ എങ്ങനെ എത്തിയെന്നും അങ്കിളിന് നന്നായിട്ട് അറിയാം. നീ എന്റെ കൂടെ വാ. ആ മുറിയിലുള്ളത് ഞാൻ എന്റെ അച്ഛനെ പോലെ കരുതുന്ന മനുഷ്യനാ. ഒരു മകൾ അച്ഛന്റെ മുന്നിൽ തല കുനിച്ച് നിന്നുകൂടാ. ഞാൻ വരില്ല. മോനെ, അവളെ ഇനി നിർബന്ധിക്കാൻ പോണ്ട. നമുക്ക് പ്രഭേട്ടനോട് സംസാരിക്കാം. പ്രഭേട്ടനൊന്ന് തണുത്താൽ അമ്മ അകത്ത് വരും. രാജു, നീ അവളുടെ കൂടെ ഉണ്ടാവണം. വല്യേച്ചി വന്നാൽ വിവരം തരണം. സഞ്ജുവിനെ വാ. എന്താ പ്രഭേട്ട, ഞങ്ങളൊന്ന് അകത്തേക്ക് വരട്ടെ. സഞ്ജു, പ്രഭേട്ട. നീ എന്തിനാ ഇവനെയും കൂട്ടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? പ്രഭേട്ടൻ ക്ഷമിക്കണം. സഞ്ജു എന്നോട് എല്ലാം പറഞ്ഞു. സത്യം എന്താണെന്ന് പ്രഭേട്ടൻ മനസ്സിലാക്കണം. അതിനൊരു അവസരം പ്രഭേട്ടൻ തരണം. എനിക്കറിയാമടാ, നീയും ഈ ചതിക്ക് കൂട്ടു നിൽക്കുമായിരുന്നെന്ന്. ഒരു സുപ്രഭാതത്തിൽ നീ അങ്ങ് നല്ലവനായെന്ന് കേട്ടാ വിശ്വസിക്കാൻ മണ്ടനൊന്നുമല്ല ഞാൻ. എനിക്ക് മുൻപേ നീ ഈ സത്യം മണത്തറിഞ്ഞു. എന്നിട്ട് ഇവന്റെ കൂടെ കൂടി നല്ല കാശ് തട്ടുന്നുണ്ടെന്ന് ഞാൻ ഊഹിച്ചതാ. പ്രഭേട്ടൻ എന്ത് വേണമെങ്കിലും എന്നെ പറ്റി പറഞ്ഞു. ഞാൻ ചെയ്തു പോയ കൊള്ളരുതായ്മകളുടെ പേരിൽ അതൊക്കെ കേൾക്കാൻ ഞാൻ തയ്യാറാ. സഞ്ജു അമ്മുന്റെ കഴുത്തിൽ താലി കെട്ടാൻ ഇടയായ സാഹചര്യം അവിടെയുള്ള ആരോട് ചോദിച്ചാലും അവർ പ്രഭേട്ടനോട് പറഞ്ഞു തരും. ഇവന്റെ ഫോട്ടോ വെച്ച ഫ്ലെക്സ് മുതൽ കല്യാണക്കുറി വരെ പുറത്തു വരണമെങ്കിൽ ഇവന്റെ ഫോട്ടോ എങ്ങനെയാ വീട്ടുകാർക്ക് കിട്ടി? യാദർച്ഛികമായി ഇവൻ അവിടെ ചെന്നതാണെന്ന് പറഞ്ഞ് ദിനേശൻ കഷ്ടപ്പെടണമെന്നില്ല. നീ പറയണം അമ്മുന്റെ വീട്ടുകാർക്ക് എവിടെ നിന്ന് നിന്റെ ഫോട്ടോ കിട്ടിയെന്ന്. നീ ഫിലിം സ്റ്റാർ ഒന്നും അല്ലല്ലോ നിന്റെ ഫോട്ടോ പുറത്തുള്ളവരുടെ കൈകളിലെത്താൻ. ഒരു ഉൾഗ്രാമത്തിലുള്ളവർക്ക് നിന്റെ ഫോട്ടോ മാത്രമേ കിട്ടിയുള്ളൂ. ഇന്നും ആ ക്ഷേത്ര പരിസരത്ത് നിന്റെയും അമ്മുന്റെയും ഫ്ലെക്സുകളുണ്ട്. അതിലൊരു ഫ്ലെക്സാ എന്റെ കൺമുന്നിൽ വന്ന് വീണത്. ഇന്ന് വിവാഹിതരാകുന്ന ലക്ഷ്മിക്കും സഞ്ജയ് പണിക്കർക്കും ഒരു ഗ്രാമത്തിന്റെ വിവാഹ മംഗള ആശംസകളെന്ന്. നീ എന്താടാ കരുതിയത്? മറ്റുള്ളവരൊക്കെ പൊട്ടന്മാരാണെന്നോ? മറ്റൊരു പയ്യന്റെ ഫോട്ടോ വെച്ചിട്ട് നീ ചെന്നിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ പറയുന്നത് കുറച്ചെങ്കിലും നേരുണ്ടെന്ന് വിശ്വസിക്കാമായിരുന്നു. എന്താ ഇവൻ ഒത്താശ ചെയ്തു കൊടുക്കുന്ന നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിട്ടാ ഇവൻ എന്റെ മോളുടെ കയ്യിൽ എൻഗേജ്മെന്റ് റിംഗ് ഇട്ടത്. അങ്കിളിനോട് ഞാനത് എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. ആ നാടിനെ പറ്റി ഞാൻ അറിയുന്നത് അമ്മ എന്നെയും കൂട്ടി അവിടെ പോകുമ്പോ മാത്രം. 21 ദിവസത്തെ പൂജയുടെ അവസാന ദിവസ വീണ്ടും ഞാൻ അവിടെ പോകുന്നത് തന്നെ. അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് എന്നെ നിർബന്ധിച്ച് എല്ലാരും കൂടി അയച്ചതാ. അന്ന് അതൊക്കെ സംഭവിച്ചത്. നീ എന്ന് പോയി എങ്ങനെ പോയി എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചത് ആ വീട്ടുകാർക്ക് നിന്റെ ഫോട്ടോ എങ്ങനെ കിട്ടിയെന്നാണ്. നിനക്കത് പറയാൻ കഴിയില്ല.
ഓഹോ, അപ്പൊ ഇത് പലർക്കും ഇവിടെ അറിയാമായിരുന്നു അല്ലേ? പറടാ, ഇനി ആർക്കൊക്കെ അറിയാം? കാവേരിക്കറിയാം, പിന്നെ ആർക്കും അറിയില്ല. ശരിക്കും പറഞ്ഞ നീ ഇവളും ഭർത്താവും ഭാര്യയുമായിട്ട് ജീവിക്കുകയായിരുന്നല്ലേ?